ഇങ്ങോട്ടൊരു ലോറി വരുന്നു. ബസ്സുകാരൻ സ്പീഡ് കുറക്കുന്നില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? നമ്മൾ 4 ഓവർ സ്പീഡിൽ അടിച്ചു. അപ്പൊ നമ്മൾ ഓടിയിട്ട് ബസ്സിന്റെ മുന്നിലെത്തും. ലോറി വരുന്നതിന്റെ മുമ്പ് നമ്മൾ കഴിച്ചില്ലേ. ശരിക്കും വേണ്ടത് ആ ബസ്സുകാരൻ ആ സമയത്ത് കുറച്ചൊന്ന് സ്പീഡ് കുറക്കണം. നിങ്ങൾ വണ്ടി ഓട്ടോ, നിങ്ങൾ പിന്നെ കേട്ടിട്ട് കാര്യമില്ല, ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ബസ്സുകാരൻ ശരിക്കും കുറച്ച് സ്പീഡ് കുറക്കണം. ബാക്കിൽ നിന്ന് ഒരുത്തം കയറാൻ നോക്കുമ്പോൾ മറ്റോ എന്ത് ചെയ്യണം, കുറച്ചും സ്പീഡ് ഒതുക്കി കൊടുക്കണം. അപ്പോഴേ മറ്റേ ആൾക്ക് കയറാൻ കഴിയുള്ളൂ. രണ്ടാളും ഒരേ സ്പീഡിൽ എങ്ങനെ അങ്ങോട്ട് വിട്ടാൽ ഈ വണ്ടിയും പോവും, എത്തു നമ്മൾ വിചാരിക്കും. ആന്നിടത്തോളം അമർത്തു, ചിലപ്പോൾ ലോറിക്ക് ചെന്നിടിക്കും. അതവിടെ കഴിയും. അള്ളാഹു കാക്കട്ടെ. ആ സമയത്ത് വേണ്ടത് നമ്മൾ സ്പീഡ് കുറക്കാണ്. ലോറി പോയതിനു ശേഷം പോയാൽ മതി, കുഴപ്പമില്ല. ലോറി പോയിട്ട് പോവാം. പിന്നെ ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോഴേക്ക് അപ്പോഴത്തുന്ന ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു. അപ്പോഴും നമുക്ക് സ്ഥലമില്ല. പിന്നെ എല്ലാം കൂടി ഇതാക്കി പിടിച്ച് പിന്നെ ഒന്ന് കയറ്റാൻ നോക്കുമ്പോഴാണ് അവിടുന്ന് വേറൊരു ജീപ്പ് വരുന്നത്. അപ്പോഴും സമയം. അങ്ങനെ അടിവാരം മുതൽ തുടങ്ങിയതാണ്. ഒടുങ്ങാക്കാട്ടിലെത്തിയിട്ടും ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ രണ്ടും കൽപ്പിച്ചൊരു ചവിട്ട. അപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ളവൻ ഓനെന്താ അങ്ങനെ കയറാൻ എന്നുള്ളൊരു നോട്ടം. നമ്മൾ ഇത്ര അടിവാരം മുതലേ കയറാൻ വിചാരിച്ച് നടന്ന് വരിക എന്നുള്ളത് ഓനറിയോ? ഇല്ല. അവനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഇതെപ്പോഴും വണ്ടി ഓട്ടുന്നവരുടെ കുറച്ചൊന്നും കൊണ്ട് വളഞ്ഞിരുന്നു. കുറച്ച് അവിടെ ഇരുന്നു, നിങ്ങളവിടെ ഇരിക്കും. ഇതൊന്നും വളഞ്ഞുകൊണ്ടിരുന്ന. അപ്പോ വണ്ടി ഓട്ടുന്ന ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നമ്മളെ മനസ്സിലുണ്ടാവും, ഞാനൊന്ന് അങ്ങോട്ട് കേറിയിട്ട് പോയാൽ പോലെ ഓനും ലേശം ക്ഷമിച്ചൂടെ. മറ്റോൻ്റെ ഞാൻ നേരെ വരല്ലേ, ഓൻ എന്തിനാ അങ്ങനെ തിരക്കിട്ട് പോണത്. പിന്നെ കൈതപ്പോലെ അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി നിൽക്കുകയാണ് ഒരാൾ. അയാൾ നിൽക്കേണ്ടത് അപ്പുറത്തെ ഭാഗത്ത. എന്നിട്ട് ഒഴിവുണ്ടെങ്കിലേ ഇങ്ങോട്ട് കയറാവുള്ളൂ, അല്ലെ ആ റോഡിനെ നടുക്കാടെ നിൽക്കണം. പക്ഷെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ, വളവിലെത്തുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് തിരിക്കും. അപ്പൊ അവിടെ നിന്ന് വരുന്നവൻ ഇങ്ങനെ വരും. ഡ്രൈവിങ് പഠിപ്പിക്കാനല്ല. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു ഒരഞ്ഞാൽ, പിന്നെ അവിടെ ഉണ്ടാകുന്നൊരു വർത്താനുണ്ട്. ആരെടുത്തായിരിക്കും തെറ്റ്? രണ്ടാളെ വർത്താനവും കേട്ടാൽ ഓന്റെ അടുത്തൊരു തെറ്റുണ്ടാവില്ല. എന്താ സംഭവിച്ചേ? അപ്പോ ഓന്റെ അടുത്തൊരു തെറ്റുണ്ടാവില്ല. കാരണം ഞാൻ കുറച്ച് വലത്തോട്ട് കേറിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, എന്നാലും ഓനെ കണ്ടിട്ടില്ലേ എന്നാ ചോദിക്കാം. ഞാൻ വലത്തോട്ട് കേറിയിട്ട് ഞാൻ കയറാൻ പാടില്ല, പക്ഷെ ഞാൻ ലേശം കൂടെ കേറിയിട്ടുണ്ട്, ചോനെ കണ്ടില്ലേ, കണ്ടവനായിട്ട് നിർത്തിക്കൂടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് സ്വന്തം വിഷയത്തെ സ്ഥാപിക്കാൻ വേണ്ടിയും മറ്റുള്ളവനെ എങ്ങനെങ്കിലും അടക്കാൻ വേണ്ടിയും ശ്രമിക്കും. ഇത് സാധാരണ ഉണ്ടാകുന്നല്ലേ അല്ലേ? അവിടെ രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? സോറി ട്ടാ. ഒന്ന് ചിരിക്കുകയും ചെയ്യാം, ഒരു സോറിയും പറയാം. ചിലപ്പം തെറ്റ് മറ്റവന്റെ അടുത്ത് തന്നെ ആയിക്കും. ഉറപ്പ തെറ്റ് മറ്റേ ആളെടുത്താന്ന് നമുക്കറിയാം. എന്നാലും എന്ത് ചെയ്യാ, സോറി, ഒരു ചിരിയും. അപ്പൊ മറ്റവന് ഭയങ്കര സന്തോഷമായി. ഓൻ തന്നെ അറിയാം അവന്റെ അടുത്ത തെറ്റ്. പക്ഷെ നമ്മളൊരു സോറി പറയുമ്പോ അപ്പൊ തന്നെ പറയാം, നിങ്ങളടുത്ത് തെറ്റൊന്നുമില്ല, ഞാൻ പറ്റിപ്പോയതാണ്, തിരിച്ചു പറയും. അപ്പൊ ഒരു സോറി പറയുക
എന്ന് പറയുന്നതിന് വലിയ ഫضലുണ്ട്. തെറ്റ് ചെയ്തതാണെങ്കിൽ എന്തായാലും സോറി പറയണല്ലോ, അല്ലേ? ഇനി തെറ്റ് നമ്മളതല്ലെങ്കിലും എന്ത് ചെയ്തേക്കാം, അപ്പൊ ചിലപ്പോ പുറത്തുനിന്ന് വേറെ ചിലപ്പോ ഷെയ്ത്താൻ വരൂ, അല്ലെങ്കിൽ ഹന്നാസ് വരും. മിനൽ ജിന്നത്തി വന്നാസ് എന്നല്ലേ? ഈ ഹന്നാസ് ഷെയ്ത്താന്റെ കൂട്ടത്തുനിന്നുണ്ടാവും, മനുഷ്യന്റെ കൂട്ടത്തുണ്ടാവും. സമ്മതിച്ചു കൊടുക്കരുതേ, തെറ്റ് സമ്മതിച്ച പ്രശ്നമാണ്, പിന്നെ പൈസ കൊടുക്കേണ്ടി വരും, ആക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അവന്റെ പിന്നാലെ കൂടരുത്, ഷെയ്ത്താന് നമ്മൾ കൂട്ട് നിന്ന് കൊടുക്കുക. ഈ ജിദാല്, മുറാ എന്നൊക്കെ പറഞ്ഞ സംഗതി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലുള്ള ഒരു സംഗതിയാ. അങ്ങനത്തെ സ്ഥലത്തൊരു വർത്താനം പറഞ്ഞു, മറ്റോനെ നമ്മളെ പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്ക, എന്നാലും എന്ത് ചെയ്യും, പിന്നെ ഒച്ചുണ്ടാക്കും. സാധാരണ ഉണ്ടായാലും വണ്ടി കുത്തുന്നിടത്താ. പിന്നെ ആൾക്കാരിങ്ങോട്ട് ഒരുമിച്ചുകൂടും, ഓരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഒരു വിവരവും അറിയില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരുത്തനായിട്ട് കൂടും, മറ്റേ ഭാഗത്ത് വേറൊരുത്തനും കൂടും. ഞാനൊരു ദിവസം പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എൻ്റെ ജീപ്പ് ഓട്ടോറിക്ഷന്റെ ബാക്കിലിടിച്ച്, റോട്ടുമൊരു വെട്ടുണ്ടായിരുന്നു. ജീപ്പിന്റെ ബമ്പർ ഓട്ടോറിക്ഷന്റെ ബമ്പറിന്റെ തൊട്ട് ബമ്പർ ലേശം അങ്ങോട്ട് ഇതായിപ്പോയി. ബാക്കിൽ ചെറിയൊരു ബമ്പറാവുള്ളൂ, ഈക്വൽ. അപ്പൊ ഞാൻ വണ്ടിന്റെ മുതലാളി ആരാ, തൽപ്പാറയാണ്, ഞാൻ അങ്ങോട്ട് പോകാന്നാണ്. എൻ്റെ അടുത്ത് അങ്ങോട്ട് വിട്ടു, സംസാരിച്ച് ഒന്ന് സമ്മതിച്ചില്ല, ഓനങ്ങനെ ബേജാറുണ്ട്. ആയിക്കോട്ടെ, എന്താ വേണ്ട, 100 റുപ്യ വേണമെന്നാണ്. 100 റുപ്യം കൊടുത്ത് പേസിലേ സംഗതി 100 റുപ്യ ഉള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാവും. അത് കുറെ 20 കൊല്ലം മുമ്പാ. പാലക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, ഹൈവേല, തലപ്പാറ അടുത്ത് പൊന്മുള ഉണ്ട് വണ്ടി. അപ്പോ ചിലപ്പോൾ ആൾക്കാർ പ്രശ്നമാകും. അപ്പൊ ഏറ്റവും നല്ലത് ആക്സിഡന്റ് ഉണ്ടായാൽ അവിടുന്ന് 2 കൂട്ടരും കൂടി ഒത്തിട്ട് വണ്ടി പോവാൻ വേറൊരു സ്ഥലത്ത് വരെ സംസാരിക്കുക. അവിടെ വന്ന് കൂടിയിട്ട് 2 കൂട്ടരെയും പഞ്ചായത്താകാൻ ആൾക്കാരെ സമ്മതിക്കൂല. നമ്മളെ വിഷയം എന്താന്ന് പറഞ്ഞാല്, അങ്ങനത്തെ എന്ത് വിഷയം വരുന്നിടത്തും തർക്കിക്കുന്നതിന് പകരം ചിലപ്പോ ചില ന്യായത്തിൽ നമ്മൾ പറയേണ്ടി വരും. ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കാം, അതൊന്നും ചവിട്ടൽക്ക് അങ്ങോട്ട് പോകണില്ലെങ്കിൽ ശരിയാണ്, സാരില്ല. വേഗം 2 പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറയാനുണ്ടാവില്ല. നിങ്ങളിങ്ങനെ എതിർത്ത് കൊടുത്താലേ മറ്റേ ശക്തി കൂടും. അപ്പൊ അവിടെ സോറി, അപ്പൊ സോറി പറയുക, അഫ്വിനെ തേടുക എന്ന് പറയുന്നത് വലിയ സ്വഭാവമാണ്. അങ്ങനെ നമ്മൾ താഴോട്ട് പോയാൽ അല്ലാഹു തആല മേലോട്ട് അങ്ങോട്ട് പൊന്തിക്കും. നമ്മൾ മേലോട്ട് പോകാൻ ശ്രമിച്ചാൽ മറ്റോൻ അതിനേക്കാളും വലിയ മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ മുറാഉം ജിദാലും. മുറാ, ജിദാല് രണ്ടും തർക്കം എന്നാണ് അതിന് ഒറ്റ വാക്കിൽ അർത്ഥം. ഇത് രണ്ടും സിഫത്താനി മദ്മൂമത്താനി മുഹ്ലിക്കത്താനി. അത് രണ്ടും മോശമാക്കപ്പെട്ടതും നാശകരവുമായിട്ടുള്ള 2 സ്വഭാവമാണ്. അതിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അങ്ങനെയുള്ള തർക്കം ഉണ്ടാകുമ്പോഴാണ് ഈഗോ എന്നാണ് ഇംഗ്ലീഷിൽ, ഇതൊക്കെ ഇംഗ്ലീഷ് കൊണ്ടുള്ള തകരാറ്. ഈഗോ പൊന്ത, എന്നിട്ട് എങ്ങനെ അതിന് എന്തു വേണമെങ്കിലും ആക്കുക. അപ്പൊ പിന്നെ ചിലപ്പോ കയ്യാങ്കളിയിലേക്ക് പോവുക. എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായിത്തീരുക. അപ്പൊ ഈ എപ്പോഴും ഇങ്ങനെ തർക്കിക്കലും എന്നൊരു സ്വഭാവം ഉണ്ടായി കഴിഞ്ഞാൽ ഈഗോ പൊന്താൻ വളരെ എളുപ്പമാണ്. അത് കറാഹത്തിന്റെ ഹദ്ദിൽ നിന്നും മേലോട്ട് പോകും. ഈ സംഭവത്തിൽ തർക്കത്തിലുള്ള പ്രശ്നം ഒരു തർക്കം മാത്രം ഒരു കുറ്റാണോ എന്ന് വെച്ചാല്, ഓനൊരു ഹറാമ് ചെയ്തു എന്നോ മറ്റൊന്നും അതിനെ പറ്റി അങ്ങനെ പറയാനുണ്ടാവില്ല. പക്ഷേ ഈ തർക്കത്തിനിടയിൽ എന്ത് സംഭവിക്കും, വേറൊരുത്തനെ നിസ്സാരാക്കൽ സംഭവിക്കും.
ഒരാളെ വില കുറച്ച് കാണിക്കൽ സംഭവിക്കും. ചിലപ്പോൾ കയ്യാങ്കളിയിലേക്ക് വരും. അപ്പൊ മറ്റുള്ളവന്റെ മേൽ കൈവെക്കലും ദ്രോഹിക്കലും അതും വരും. ഇതൊക്കെ തെറ്റുക. നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റോ മുഅ്മിനായ മനുഷ്യന്റെ മോടിയാൻ പാടില്ല. സ്വറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. മുഅ്ദി എന്ന് പറഞ്ഞാല് ശല്യം ചെയ്യുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ശല്യം ചെയ്യുന്നവനാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് കുറ്റമായി തീരുകയും ചെയ്യും. ഔസും ഖസ്റജും തമ്മിൽ കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തത് എന്തിനായിരുന്നു? ഇവന്റെ പാത്രത്തിൽ നിന്ന് മറ്റോന്റെ ഒട്ടകം വന്ന് വെള്ളം കുടിച്ചു. അപ്പോൾ കയ്യിൽ തരട്ടോ എന്ന് ചോദിച്ചിട്ട് ഒരൊട്ടകം വന്ന് നിന്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചു പോയാൽ നിനക്ക് എന്റെ കൂലി കിട്ടുമെന്നല്ലേ ചിന്തിക്കേണ്ടത്? ഞാനിത് കഷ്ടപ്പെട്ടെല്ലാം കൂടി ആക്കി കൊണ്ടുവന്നിട്ട് എത്ര ബുദ്ധിമുട്ടാ കൊണ്ടുപോകുന്ന പിണ്ണാക്ക് ഉണ്ടാക്കിയവരെ വനാൻ തോന്നും. തേങ്ങ വലിച്ച് ഉണക്കി കൊപ്രാക്കി ആട്ടി പിണ്ണാക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണെന്നാണ് വർത്താനം കേട്ടാൽ തോന്നാം. അതിന്റെ പേരിലാണ് ഔസും ഖസ്റജും വർഷങ്ങളോളം അടിയുണ്ടാക്കി. അത് നേരത്തെ പറഞ്ഞ വിഷയമാണ്. പിന്നീട് വന്ന് തല്ലുന്നവർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഇത് എന്തിനാണെന്ന്. മറ്റോൻ തല്ലുന്നതിന് ഞാനും തല്ലുന്നു എന്നേ ഉണ്ടാവും. തൊള്ളത്തല്ല് അല്ലെങ്കിൽ കൈത്തല്ല് രണ്ടായാലും ഉണ്ട്. കലാമ് ബാത്തിലാണോ ഹക്കാണോ എന്നൊന്നും നോക്കാതെ കൂടും. ഫയസൂറു ഷിജാറു ബൈനൽ മുതമാരീന. അപ്പോ ഷിജാർ ഉണ്ടാവും, മുഷാജറത്ത്. അതാണ് ഷജറ എന്ന് പറയുന്നത്. മുഷാജറത്ത് തർക്കിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. കമാ യസൂറുൽ ഹിറാഷു ബൈനൽ കൽബൈനി. രണ്ട് നായകൾ തമ്മിൽ ഭയങ്കര കൊര ഉണ്ടില്ലേ? കടിക്കൂലട്ടോ തമ്മില്. ആ കൊര പറയുന്നവരോളം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. രണ്ടാക്കും പേടിയായിരിക്കും. ഒരുത്തനും അങ്ങോട്ടും ഇങ്ങോട്ടും. നായകൾ തമ്മിൽ കടിച്ചാലിട്ട് വിടൂല. ഏറ്റവും കൂടുതൽ എല്ലിനുറപ്പുള്ള ജീവി നായാണ്. ഏറ്റവും കൂടുതൽ വായക്ക് ശുദ്ധിയുള്ള ജീവി നായാണ്. നായന്റെ തൊള്ളന്ന് മണപ്പിച്ചു നോക്കണ്ട്. പല്ലേക്കാത്തവന്റെ തൊള്ളന്മാര് മണം ഉണ്ടാവില്ല. നായന്റെ വായ എപ്പോഴും ശുദ്ധായിരിക്കും. നായ വേണ്ടാത്ത സംഗതി ഒന്നും തിന്നൂല. നായ നല്ല എല്ലിന്റെ കഷ്ണം അങ്ങനത്തെ ശുദ്ധമായതേ നായ തിന്നു. പിന്നെ വായ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വായ നല്ല ശുദ്ധിയായിരിക്കും. സുബ്ഹാന. പിന്നെ നായന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാല് ഒരു തഹജ്ജുദൊക്കെ ഇരിക്കുന്നവന്റെ സ്വഭാവം. രാത്രി ഉറക്കുകയും യജമാനന് വേണ്ടി കാവൽ നിൽക്കും. തഹജ്ജുദൊക്കെ ഇരിക്കുന്നവൻ പടച്ചവന് വേണ്ടി നിൽക്കാണല്ലോ. ഇതുപോലെ തന്റെ മുതലാളിക്ക് വേണ്ടി ഉറക്കമൊഴിക്കും. പിന്നെ നായ കുറച്ചേ തിന്നു. സൂഫിയാണ്. പിന്നെ നായ മരിച്ചതിന് ശേഷമേ മുതലാളിനെ ആരെങ്കിലും ആക്രമിക്കുള്ളൂ. അത് അതിൻ്റെ ഇടയ്ക്ക് മരിച്ചാളും ഞാൻ മരിച്ചിട്ടല്ലാണ്ട് എന്റെ മുതലാളിനെ തൊടാൻ പറ്റൂല എന്ന് പറയും. നായയുടെ 10 ഗുണങ്ങൾ ഇമാം യാഫി തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഒരു മനുഷ്യനുണ്ടാവേണ്ട നായന്റെ സ്വഭാവം ഒരു 10 സ്വഭാവമെങ്കിലും ഉണ്ടാവും. നായന്റെ ചില സ്വഭാവം പറ്റാത്തതുണ്ട്. രാത്രിയൊക്കെ താജൊക്കെ നിസ്കരിച്ചാലും സുബഹിന്റെ അടുത്ത് കിടന്നുറങ്ങിക്കാളും. ആ സ്വഭാവം വേണ്ട. പിന്നെ ഈ വിഷയം അറിയാണ്ട് കൊരക്കും. അതാണ് അനാവശ്യമായി സംസാരം നടത്തുന്നവരെ പറ്റി കൊരക്കല്ലട എന്ന് പറയുന്നത്. കൊരക്കല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനാവശ്യമായി സംസാരിക്കരുത് എന്ന്. നിയമസഭയിൽ നിന്ന് ഏതോ ഒരു ചങ്ങായി കൊരക്കല്ല എന്ന് പറഞ്ഞപ്പോ മറ്റൊരെല്ലാം കൂടി പ്രമേയം പാസ്സാക്കി ഞങ്ങളെല്ലാരെയും നായാക്കിയൊന്നല്ല. അത് സാഹിത്യം അറിയാത്തോണ്ട. അതിന്റെ അർത്ഥം അനാവശ്യമായ വിഷയങ്ങൾ പറയണ്ട, ഇത് വലിയ കാര്യപ്പെട്ടൊരു സ്ഥലമല്ലേന്ന്. ഈ സാഹിത്യത്തില് മജാസും ബലാഗത്തൊക്കെ ഉണ്ട്. ഇത് അറിയാൻ കഴിയാത്തതാണ് ഇപ്പൊ വലിയ പ്രശ്നം. പക്ഷെ ഈ നായ ഒച്ച ഉണ്ടാക്കുന്നതിലും കൊരക്കുന്നതിലും എന്തുണ്ടാവൂല,
ഒരു കഥയില്ലാണ്ട് അങ്ങനെ കുറക്കും. അങ്ങനെയുള്ളത് മനുഷ്യനാവാൻ പാടില്ല. അപ്പൊ എന്താണ് ഇതിന് ചികിത്സ? അത് നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ സൂക്കേട്. എനിക്കുണ്ട് ഇത് അസുഖം. ചില സമയത്ത് വെറുതെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു. അപ്പൊ ഞാനത് മാറ്റണം. അതിനെന്താണ് എനിക്ക് മരുന്ന്? കണ്ടക്ടർ ബെല്ലടിക്കാനൊന്നും മറന്നാൽ, അല്ലെ ബെല്ലടിച്ചിട്ടും ഡ്രൈവർ ചവിട്ടിയപ്പോ കുറച്ച് അപ്പുറത്ത് പോയി ഇറങ്ങിയാൽ, അപ്പൊ യഥാർത്ഥത്തില് എന്റെ വാതിലിന്റെ അടുത്ത് നിർത്തണ്ടേ അല്ലേ? ഇവിടെ തന്നെയാണല്ലോ സ്റ്റോപ്പുള്ളത്, പിന്നെ ആട് കൊണ്ടുപോയി നിർത്തി എന്ന് പറഞ്ഞ് ഞാൻ കുറെ സമയം കളഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത്? ബസ് ഇനി വേക്കോട്ട് വരുമോ? ഏതായാലും വേക്കോട്ട് വരൂല. ഇനി പറഞ്ഞു വരുത്താൻ കഴിയും വിചാരിക്കാം, എന്നാലും നഷ്ട. നമുക്ക് ലേശം 4 അടിയെങ്കിലും നടക്കാൻ കഴിഞ്ഞാൽ അതല്ലേ എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. വീട്ടിന്റെ മുന്നേ തന്നെ ബസ് നിർത്തി കിട്ടിയാൽ എനിക്ക് നഷ്ടമാണത്. ബസ്സിന് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇറങ്ങേണ്ട തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങണം. എന്നാൽ കുറച്ച് നടക്കാൻ കഴിയും. നടത്തം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നടത്തം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ഹിക്മത്തും കൂടിയാണത്. ഒന്നുകിൽ മുമ്പത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാം, അല്ലെ പൈസ കൊടുത്ത് എന്തായാലും മുതലാക്കണം എന്നാണെങ്കിൽ ശേഷമുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം, എന്നിട്ട് ഇങ്ങോട്ട് നടക്കുക. എന്താണ് അതിന് ചികിത്സ? ഈ ഒരു തോന്നലും പറച്ചിലും بأن يكسر الكبر الباعث له على إظهار فضله. ഞാൻ ന്യായമാണ്, ഞാൻ സത്യമാണ്, ഞാനാണ് കൃത്യം എന്ന് തോന്നിക്കുന്ന ആ ഒരു കിബിറിനെ ഒതുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇവിടെ ഉയർന്നു വരുന്നത് ഒന്ന് മൃഗീയതയാണ്. മൃഗത്തിന്റെ സ്വഭാവം, നായന്റെ സ്വഭാവം, പിടിമൃഗത്തിന്റെ സ്വഭാവം, നായന്റെയും പുലിന്റെയും മറ്റൊക്കെ ഒരു സ്വഭാവമാണ്. നായന്റെയും പെട്ടിന്റെയും ഒക്കെ, നായന്റെയും പുലിന്റെയും നരിന്റെ ഒക്കെ സ്വഭാവം എന്താ? ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഇതിന്റെ അപ്പുറം വേറെ ആരും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് വിശദമായിട്ട് ആ ഒരു സംഭവം തന്നെ നമുക്ക് വരുന്നുണ്ട്. റുജുബ്, കിബിർ, റുജുബ്, ഇതിലൊക്കെയാണ് അത് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാന്ന് പറഞ്ഞാല്, ഒന്ന് അത് ഉണ്ടാകാനുള്ള കാരണം തന്നെ ഇല്ലാണ്ടാക്കുക. നമുക്ക് എവിടെ വെച്ചാണ് സാധാരണ ദേഷ്യം വരല് എന്ന് നോക്ക്. ചിലർക്ക് മാർക്കറ്റ് നയിക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പോകുന്നത് കുറക്ക്. ചിലർക്ക് ദേഷ്യം വരുന്നത് വണ്ടി ഓട്ടുമ്പോഴാണെന്ന് വിചാരിക്കാം. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് ഞാൻ വണ്ടി ഓട്ടില്ല, എനിക്ക് വേഗം ദേഷ്യം വരും. ചില ആൾക്കാർ പറയലുണ്ടല്ലോ അങ്ങനെ, എനിക്ക് വേഗം ദേഷ്യം വരും, ഞാൻ അതിനില്ല. അതൊരു ചികിത്സ തന്നെയാണത്. എവിടെയാണോ നമുക്ക് കുഴപ്പം വരുന്നത് അതിനെ നമ്മൾ എന്താക്കുക? ഒഴിവാക്കുക. അതുപോലെ പിന്നെ ക്ഷമിക്കുക എന്നുള്ളതിനെ ആദത്താക്കി എടുക്കുക. അപ്പൊ നല്ല ദേഷ്യം കൊണ്ട് വരുമ്പോ മനസ്സിൽ പെട്ടെന്ന് പറയണം, ദേഷ്യം പിടിക്കണ്ട, നാളത്തെ എനിക്ക് ഓർമ്മല്ലേ, വെറുതെ ദേഷ്യം പിടിച്ചടിക്ക് എന്നങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മോട് തന്നെ പറയുകയും ക്ഷമ ഒരു ആദത്താക്കി മെല്ലെ എടുക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ നമ്മളുടെ ഒരു നേച്ചറായി കഴിയും. പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ഒരു കുപ്പപ്പായ ദേഷ്യമൊന്നുമില്ല കേട്ടോ, അപ്പൊ നല്ലൊരു പാകം വന്നിട്ടുണ്ട്. അതാർക്കും വരാം. എന്നാൽ ചിലർക്ക് എത്ര പ്രായമായാലും ഈ മരുന്ന് കൊടുക്കുന്നില്ലെങ്കിൽ പ്രായം എത്ര ആയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ നഫ്സിനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിന് പണിയെടുക്കണം. അബൂ ഹനീഫ ഇമാമ് പറയാണ്, ദാവൂദ് ത്വായി എന്നവർ പറഞ്ഞു, നിങ്ങളെന്താ പൊന്നും തീരെ രംഗത്തില്ലാത്ത, ഒരു സംഗതിക്കും മുന്നോട്ട് വരാത്ത, വർത്താനൊന്നും പറയാത്ത, അഭിപ്രായം പറയാത്തെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ലി ഉജാഹിദ നഫ്സി ബിതർക്കിൽ ജിദാൽ. തർക്കം ഒഴിവാക്കിയിട്ട് എന്റെ നഫ്സിനോടൊന്ന് പൊരുതാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അഭിപ്രായം തന്നെ പറയാത്ത. കമ്മിറ്റി കൂടുമ്പോ അടുത്ത ചർച്ച സാമ്പത്തികം, അപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയണ്ട. അടുത്ത ചർച്ച
കാട് വെട്ടൽ. അപ്പോഴും എനിക്കൊരു അഭിപ്രായം, എന്ത് വിഷയം വന്നാലും ആദ്യത്തെ അഭിപ്രായം പറയുന്ന ആള് ഞാനായിരിക്കും. ഇനി അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു, ഒരു 3 ആള് പറഞ്ഞതിന് ശേഷമേ ഞാൻ പറയുള്ളൂ. പിന്നെ 2 ആള് പറഞ്ഞപ്പോഴേക്കെന്നെ നല്ല അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഒന്നും മിണ്ടണ്ടില്ല, അത് തീരുമാനാക്കിയാ മതി. അല്ലെങ്കിൽ എനിക്ക് എന്ത് തോന്നും, പറഞ്ഞതിന്റെ മുകളിൽ ഞാൻ ഒന്നും കൂടി പറയും. വേറെ ആള് പറഞ്ഞ നല്ല അഭിപ്രായം തന്നെ പുതിയൊരു അഭിപ്രായം പോലെ ഞാൻ എന്റെ വകയായി പറയും. പറയാൻ പൂതി എന്ന് പറഞ്ഞ ആ പൂതിയെ ഇല്ലാതാക്കി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നല്ല അഭിപ്രായം ഞാൻ പറയാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുകയും വേണ്ട, മനസ്സിലും തോന്നണ്ട. അതേ സമയത്ത് അൽഹംദുലില്ലാ അതും പറഞ്ഞു, നല്ലൊരു പോയിന്റാണ് എന്റെ മനസ്സിലുണ്ടായത്, അത് മറ്റേയാളുടെ നാവിൽ നിന്ന് വന്നു. അവിടെ എന്റെ മനസ്സിലും കൂടെ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അത് വളരെ നല്ല, ഞാൻ പറയാൻ വിചാരിച്ചതായിരുന്നു എന്ന് ഒന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? അതൊക്കെ എന്റെ അടുത്തുണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ട. ഒന്നും മിണ്ടാതെ അവിടെ. അങ്ങനെ നമ്മളെ അല്ലാത്ത ഒരാളെ കൊണ്ട് വരുന്ന ആശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ സുക്കൂത്താകാൻ ശ്രമിക്കുക എന്നുള്ളത് നല്ലൊരു ചാൻസ് ആണ് തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. എന്നാൽ ദാവൂദ് ത്വായി റഹിമഹുല്ലാഹി തങ്ങൾ പറയാണ്, ഇതുപോലത്തെ നല്ലൊരു പരിശ്രമം വേറെ ഞാൻ കണ്ടിട്ടില്ല, ഇതിൽ വല്ലാത്തൊരു വിജയം എനിക്ക് കിട്ടി എന്ന്. കാരണം ഒരു തെറ്റിനെ കുറിച്ച് ഒരാൾ കേട്ട് വേറൊരാള് സംസാരിക്കുന്നതില് ഒരു തെറ്റുണ്ട്, അത് വെളിവാക്കി പറയാൻ എനിക്ക് കഴിവും ഉണ്ട്. എന്നാൽ അവിടെ ക്ഷമിക്കുക എന്നത് വളരെ പ്രയാസം. അപ്പൊ അവിടെ ക്ഷമിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അലൽ ജന്ന. യഥാർത്ഥത്തിൽ ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്നിട്ടും നിങ്ങൾ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ലക്കിടിയിൽ ഒരു കൊട്ടാരം, ഒരു പാലസ് ഉണ്ടാക്കി തരും, ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി തരും സ്വർഗത്തില്. നിങ്ങളുടെ അടുത്ത് സത്യമില്ല ഇതില്, അപ്പോ തർക്കിക്കാൻ വകുപ്പന്നല്ല. എന്നാലും ഒരു തർക്കം നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അടിവാരത്തൊരു ബംഗ്ലാവ് ഉണ്ടാക്കി, സ്വർഗത്തിലെ അടിവാരവും ഉണ്ടാവുമല്ലോ. അപ്പോ നിങ്ങൾക്ക് ന്യായം ഉണ്ടായിട്ടും തർക്കം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് മലയുടെ മുകളിൽ ബംഗ്ലാവ് തരും. നിങ്ങളടുത്ത് സത്യമൊന്നുമില്ല, എന്നാലും തർക്കിക്കാനൊരു വകുപ്പ് അവിടെ ഉണ്ടല്ലോ. പക്ഷെ തർക്കം എന്നത് നിങ്ങൾ ഒഴിവാക്കിയാൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഓനെന്തിനാ കൊടുക്കുന്ന, ഓന്റെ അടുത്ത് സത്യമില്ലല്ലോ എന്ന് പറയണ്ട. പക്ഷെ തർക്കിക്കാതിരുന്നല്ലോ. ഖൈർ, ഒരു വീട് അവന് സ്വർഗത്തില് താഴ്വാരത്ത് കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ തർക്കം കൂടുതലുണ്ടാലെവിടെ? മദ്ഹബിന്റെ വിഷയത്തില്, അഖീദന്റെ വിഷയത്തില്. ഇതാണ് ഇപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങള് പൊതുവെ നിങ്ങൾ നോക്കിയാൽ കാണാം, അവരെവിടെങ്കിലും ചെന്നാൽ തർക്കങ്ങൾ സംസാരിക്കൂല. ഒരു സ്ഥലത്ത് വന്ന് ബിദ്അത്തിന്റെ ആള് സംസാരിച്ച് ആ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ഒരു സ്ഥലമാണെങ്കിൽ മാത്രമേ അവിടെ അതിന് മറുപടി പറയാവൂ. നമ്മൾ ഉസ്താമാരൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു സംഗതിയാ. പോകുന്നിടത്തൊക്കെ മുജാഹിദ് അങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ മറുപടി ഇങ്ങനാണ്. ജമാഅത്ത് അങ്ങനെ പറയുന്നുണ്ട്, അതിന്റെ മറുപടി ഇങ്ങനാണ്. യുക്തിവാദി അങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള സ്ഥലത്ത് വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കണല്ലോ. അവിടെയും തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ട് ആശയങ്ങൾ മാത്രം പറഞ്ഞു പോവുക. നബിദിനം നടത്തുകയാണെങ്കിൽ നബിതങ്ങളുടെ മഹത്വം പറയാം, അല്ലെങ്കിൽ ലോകത്തൊക്കെ മൗലിദ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ചരിത്രം കൂടി പറയാം. ഇത് നടത്തൽ ഇന്ന കാരണം കൊണ്ട്
നിർബന്ധമാണ് അല്ലെങ്കിൽ എന്നുള്ള സ്ഥാപിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അത് കേട്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. എതിരെ പറയുന്ന ഒരാളും ആളുകളുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നതുമായൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ മാത്രമാണ് അത് പറയേണ്ടത്. അപ്പോ നന്നാകാത്തൊരു എതിരാളി ഉണ്ട് നാട്ടില്. നന്നാത്തെന്നിങ്ങനെ മനസ്സിലാവും. അല്ലാഹു തആല ആർക്കും എപ്പോഴും ഹിദായത്ത് കൊടുത്തൂടെ? എങ്കിലും പൊതുവേ നമുക്കറിയാലോ, ഓനോട് എന്തിനൊട്ടും കാര്യമില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയ ആളുകളോട് തർക്കിക്കാൻ പോകണ്ട. ചിലപ്പോ ഇങ്ങോട്ട് വന്നിട്ട് പറയും, അതൊന്നും ദീനിൽ പറഞ്ഞല്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ നമ്മളെ പണിയെടുക്കും. തർക്കിക്കാൻ പോകരുത് അവരുമായിട്ട്. മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകുന്ന ചിന്തിക്കുന്ന ആളാണെങ്കിൽ മാത്രം മനസ്സിലാക്കി കൊടുക്കും. എന്തു പറഞ്ഞാലും അംഗീകരിക്കൂല, ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നവരാണ് എന്ന് പറയുന്ന ആളോട് വിശ്വാസത്തിന്റെ കാര്യത്തിലോ കർമ്മത്തിന്റെ കാര്യത്തിലോ ഒന്നും തർക്കിക്കാൻ പോകരുത്. അപ്പൊ ജിദാൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, തർക്കിക്കുക, മറ്റോനെ കുറച്ച് കാണിക്കുക, നമ്മളത് മേലെയാണെന്ന് വരുത്തുക, ഇതൊക്കെ. മിറാ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ താഴ്ത്തുക, അങ്ങനെ ആക്കുന്ന ലക്ഷ്യം അതിലില്ല. ഞാന് എന്നുള്ള ഒരു സംഗതി ഇങ്ങനെ ഉഷാറാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. CH പറഞ്ഞ പോലെ പണ്ട് തിരുവനന്തപുരത്ത് 3 സംഗതി ഉണ്ട്: ഞാനും സാറും സാമ്പാറും. ഞാൻ എന്നാല് എന്ത് പറയുമ്പോഴും ഞാൻ എന്ന് പറയുന്ന ഒരു ഞാനെന്ന് പറയാൻ നമ്മൾ വളരെ കൂടുതൽ ഉണ്ടാക്കണം, മടിക്കണം. നമ്മൾ എന്ന് പറയാം. ഞാൻ സ്വന്തം ചെയ്തൊരു സംഗതിയാണ്, നമ്മൾ ചെയ്തതാണ്, നമ്മളെ നാട്ടുകാർ ചെയ്തതാണ് എന്നേ പറയാം. പിന്നെ തിരുവനന്തപുരത്ത് അത് നമ്മൾ പറയണ്ട, സാറേ എന്നെല്ലാത്തിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള. പിന്നെ രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രി ആയാലും സാമ്പാർ ഉണ്ടാവും അവിടെ. അപ്പൊ നമുക്കൊന്ന് വിഷയം ഞാൻ എന്നുള്ളത് മാത്രം. ഞാൻ എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അത് മനുഷ്യൻ ഉണ്ടാകൽ വളരെ കുറക്കണം. അപ്പൊ ചില സ്ഥലത്ത് ഞാൻ തന്നെ അവിടെ നല്ലൊരു സംഗതി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി ഹിക്കായത്ത് ചെയ്യുമ്പം പറയാ, ഒരാള് പറഞ്ഞ് നിങ്ങളിപ്പോ അതിലിപ്പോ ഉണ്ടാന്ന്, അങ്ങനെ ഒരു പോയതുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ വഹിക്കുന്ന നായി അടിക്കായിരുന്നു. ആ ഒരാളാരാ? ഞാൻ തന്നെയാണ്. ആണെങ്കിലും എന്ത് ഇയാൾ പറയുമ്പോ ഒരാള് പറഞ്ഞു നാക്ക, നമ്മളവിടെ ഒഴിവായല്ലോ. ഒരു വിഷയം അവതരിപ്പിക്കേണ്ടി വന്നാൽ തന്നെ പറ്റി പറയുമ്പോഴും ചിലപ്പോ അങ്ങനെ ഒരാള് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റഹിമല്ലാഹു മൻ കഫ ലിസാനഹു അൻ അഹ്ലിൽ ഖിബ്ലതി ഇല്ലാ ബിഅഹ്സനി മാ യഖ്ദിറു അലൈഹി. ഖിബ്ലന്റെ അഹ്ലുകാരായ ആളുകളെ പറ്റി നാവിനെ തടയുന്നവൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ഇല്ലാ ബിഅഹ്സനി മാ യഖ്ദിറു അലൈഹി, പറയേണ്ട അത്യാവശ്യമുള്ള സ്ഥലത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പറയുന്നതൊഴികെ. അപ്പൊ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആള്, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവൽ എന്നാല് സംഗതി വാങ്ങോല് കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു കൂട്ടർ വിദഗ്ധരാണ്, മറ്റതാണ്. എന്നാൽ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ നമ്മുടെ ആവശ്യം ഇല്ല. അവര് മറ്റുള്ളവരെ പിഴപ്പിക്കുന്നൊരു ഘട്ടത്തിൽ അവരെ തിരുത്തുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നാട്ടിലെല്ലാവർക്കും അറിയാം, 3-4 ആളുണ്ട്, ഓല എന്റെ ആൾക്കാരാണ്, അവരുടേത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാവരും അങ്ങനെ തന്നെ വെച്ചത്. ഓല പണിയേറ്റോൽ നടന്നോട്ടെ, എല്ലാ ദിവസവും ഓല പിന്നാലെ കൂടേണ്ട ആവശ്യം ഇല്ല. ഹിശാം ഇബ്നു ഉർവത്ത്
റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് തങ്ങൾ എപ്പോഴും ഇങ്ങനെ ഏഴ് പ്രാവശ്യം പറഞ്ഞപ്പോ 7 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ചിലപ്പോ നമ്മൾ തർക്കിച്ച് വിജയിച്ചാല് ആൾക്കാരുടെ ഇടയിലൊക്കെ നമുക്കൊരു സാധനം ഉണ്ടാവും. അപ്പൊ എല്ലാരും ഷാറാക്കി പറയും. അപ്പൊ പിന്നെ തർക്കിക്കലേ നമുക്ക് എന്താ ഒരു ഷാറ് കിട്ടും. അങ്ങനെയാണ് അത് കൂടി വരുന്നത്. ഇതിലൊക്കെ മനുഷ്യന് പലതരത്തിലുള്ള അവന്റെ ഹൃദയത്തെ കേടുവരുത്തുന്ന പല സംഗതികളും അതിലൂടെ കടന്നു വരും. ഗളബ് വരും, ദേഷ്യം, കിബ്റ് വരും, മറ്റുള്ളവരെ താഴ്ത്തി കാണൽ, റിയാ, പൊങ്ങച്ചം, ഞാനാണ് എന്നുള്ള തോന്നൽ, ഹുബ്ബുൽ ജാഹി, സ്ഥാനം കിട്ടുക എന്നുള്ളത്, വത്തഅസ്സുസു ബിൽ ഫളി, സേവനത്തിന് അഭിമാനം കൊള്ളുക എന്നത്, വഅഹാദു ഹാദിഹി الصفات يشق مجاهدتها فكيف بمجموعها. ഇങ്ങനത്തെ എല്ലാം കൂടി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായാൽ അതിനെ ചികിത്സിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസം. ഒന്നിന് തന്നെ ചികിത്സിക്കാൻ വളരെ പ്രയാസ. പിന്നെ ഇതെല്ലാം കൂടി കേറിയാലോ? ഹാർട്ടിന് അസുഖമുണ്ട്, അത് നടന്നാൽ മാറും. അതിന് കാലിന് വാദമുണ്ട്, നടക്കാൻ കഴിയൂല. 2 ഉണ്ടായാൽ മതി, കുടുങ്ങിയില്ലേ? തിന്നാൻ പാടില്ല. തീറ്റി കുറച്ചാൽ എന്ത് ചെയ്യും? പ്രഷർ കുറഞ്ഞു കിട്ടും, കൊളസ്ട്രോൾ കുറയും. പക്ഷെ പള്ളേ കാളിലുണ്ട്, തിന്നാണ്ടിരിക്കാൻ പറ്റൂല. ഇപ്പൊ 2 വന്നാൽ തന്നെ കോൺട്രാഡിക്ഷനില് മനുഷ്യൻ ബുദ്ധിമുട്ടും. ഇതുപോലുള്ള അസുഖങ്ങൾ ഹൃദയത്തിന് വരുന്ന ഇങ്ങനത്തെ എല്ലാം കൂടി ഇങ്ങോട്ട് വന്നാൽ എന്താണ് ചെയ്യാ? അപ്പൊ ഇങ്ങനത്തെ ഈ പറയപ്പെട്ട 4-5 അസുഖങ്ങൾ എല്ലാം വരാനുള്ള കാരണം തർക്കിക്കലാണ്. തർക്കം കുറക്കുക എന്ന് പറഞ്ഞത് നമ്മളുടെ ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകാനുള്ള വലിയൊരു കാര്യമാകുന്നു എന്നാണ്. നമുക്കിപ്പോ സുബ്ഹി ഇനി അങ്ങോട്ട് കുറേശ്ശെ വൈകിയാ വരാ. തണുപ്പ് കാലം അടുത്ത് വരാണല്ലോ. രാത്രിന്റെ നീളം കൂടും. രാത്രിന്റെ നീളം കൂടുന്നത് മോമിനിയങ്ങൾക്ക് നല്ലതാന്നാ പറയാ. രാത്രിയാണല്ലോ ഈ സ്വകാര്യത്തിന്റെ സമയം, കാമുകന്മാരെ കാണാനുള്ള സമയമാണ്. അപ്പോ കാമുകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തഹജ്ജുദ്. ആരുമില്ലാത്ത സമയത്ത് അള്ളാനെ കാണുന്ന പരിപാടിയാണ് തഹജ്ജുദ്. ഖുർആൻ ഓതൽ, ദിക്ർ ചൊല്ലൽ, ആരും കാണാൻ. മറ്റത് പബ്ലിക് എന്നുള്ളത് പരിപാടിയാണ്. ജമാഅത്തായിട്ട് വരുന്നതും സ്വതക്ക ചെയ്യുന്നതും പബ്ലിക്കിൽ. ഈ പബ്ലിക്കിലുള്ളതും വേണം, സ്വകാര്യമായിട്ടുള്ളതും വേണം. അപ്പൊ രാത്രിക്ക് നീളം കൂടിയാൽ ഉറക്കെന്തായാലും വേഗം പോയി കിട്ടും. ഉറക്കിന് ഒരു സമയം കഴിഞ്ഞാൽ ശരീരം ഉറങ്ങാൻ സമ്മതിക്കില്ല, സ്വയം എണീക്കും. സ്വയം എണീച്ചതിന് ശേഷം പിന്നെ നിർബന്ധിച്ചാൽ മാത്രമേ ഉറങ്ങുള്ളൂ. ആ ഉറക്ക് ശൈത്താന് വേണ്ടിയുള്ള ഉറക്കായി. മലക്ക് ഒരിക്കലും എന്താക്കുക നമ്മളോട് നീന്ന് പറയും. സാധാരണ അങ്ങനല്ല. മലക്കുണർത്തിയതിന് ശേഷം പിന്നെ ശൈത്താൻ പറയും കുറച്ചുകൂടി കിടന്നു, സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്തിനാ? ആ സമയത്ത് എഴുന്നേറ്റ് റെഡിയാവുക എന്നുള്ള നല്ലൊരു സമയമാണ്. പക്ഷെ അതിന് പകല് കുറയുകയും ചെയ്യും. പകല് കുറയുമ്പോൾ ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ടാകും. അതിന് സ്പീഡ് കൂട്ടിയിട്ട് ഉച്ചന് മുമ്പ് തീർക്കുക. ഉച്ചന്റെ ശേഷം ഒരല്പം വീണ്ടും വിശ്രമിക്കാൻ. രാത്രി സമയങ്ങളിൽ അള്ളാഹുമായി മാത്രം മുനാജാത്ത് നടത്തണമെങ്കിൽ മറ്റാളുണ്ടാകുന്ന മാതിരി തന്നെയാണ് ഈ സാധനം. രാത്രി 3 മണിക്ക് കഴിച്ചാലും സമയം നോക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു മെസ്സേജ് അവിടെ വന്നെടുക്കുന്നുണ്ടാവും. അപ്പൊ 1, 2, 3, 4 അങ്ങനെ അവിടെ പോയാല് വാങ്ങ് കൊടുക്കുന്ന അറിയില്ല.
എമർജൻസി വിജിലൻസ് ഉള്ള ആളുകളുണ്ടാവും. ഇപ്പൊ ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ചിലപ്പോൾ നോക്കേണ്ടി വരും. അല്ലാത്തവരൊന്നും ഇത് നോക്കണ്ട. ആ സമയത്ത് ദൂരെ അവിടെ വെച്ച് എന്നിട്ട് അള്ളാഹുവുമായുള്ള ആ ഒരു മുനാജാത്തിന് വേണ്ടിയുള്ള സമയം നമ്മൾ ഒരൊച്ചപ്പെടുത്താതെയും നാട്ടുകാർ നന്നായിട്ട് അറിയാതെ നമ്മൾ എണീച്ചിക്കുന്നുള്ള വേഷം കാരി കുറച്ച് തുപ്പിയിട്ട് അല്ലെ വലിയ ലൈറ്റ് കത്തിച്ചിട്ട് ഇതൊന്നും ഉണ്ടാകരുത്. മെല്ലെ മെല്ലെ ആരും അറിയാണ്ടായി കഴിയുന്നതും വലിയ ലൈറ്റ് ഇടാതെ ചെറിയൊരു ലൈറ്റ് എത്തിക്കുക. നടക്കാൻ ടോർച്ച് മതിങ്ങൾ ടോർച്ച്. പെണ്ണുങ്ങളെയും മക്കളെയും വിളിച്ചുണർത്തൽ സുന്നത്താട്ടോ. ഓലെ അറിയാണ്ട് രഹസ്യാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നെ ഷെഹറാനിമാം പറയുന്നുണ്ട്, ഞാൻ ഈ തണുപ്പ് കാലത്ത് പുരേന്ന് എണീച്ച് മദ്രസ് പോയിട്ട് മീൻസ് ദർസിൽ പോയിട്ട് അവിടുന്ന് നിസ്കരിക്കും. ഇത് കുട്ടികളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ റിയായി പോലെ കുട്ടികളെ കാണിക്കണം. കുട്ടികളെ കാണിച്ചാലേ കുട്ടികൾക്ക് നമ്മൾ ഉസ്താദിന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് അവരുടെ മനസ്സിൽ വരികയുള്ളൂ. കാരണം അവർക്ക് ഫോളോ ചെയ്യണം. അവിടെ കിബറായി പോലെ കിബറാകുക എന്നുള്ള ഒരുത്തന ചിന്ത എന്നാണല്ലോ വരുന്നത്. അങ്ങനെയുള്ള ആളുകളെ എന്താക്കണം, കണ്ടുപഠിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരാളും അറിയാതിരിക്കണം. പ്രത്യേകിച്ച് ലൈറ്റ് കത്തിക്കൽ വളരെ സൂക്ഷിക്കും. മാത്രമല്ല മറ്റുള്ളവർക്ക് ശല്യമാണ്. ലൈറ്റ് കത്തിയാൽ തന്നെ മറ്റുള്ളവന്റെ ഉറക്കം പോവല്ലോ. ഇത് സൂക്ഷിക്കേണ്ടതാണ്. പള്ളികളിലൊക്കെ ഹയാത്താക്കാൻ വേണ്ടി സുബൈന് കുറച്ചു മുമ്പ് ആളുകൾ വരുന്നതിന് കുഴപ്പമില്ല. കാരണം അതൊക്കെ ജനങ്ങളിൽ ഇങ്ങനെ ഒരു നല്ല ശീലങ്ങളോടൊരു താല്പര്യവും പ്രേരണയും വരാൻ അതൊക്കെ കാരണമായി തീരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. الله تعالى നമ്മളെല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ.